റെനെ ഡെക്കാർത്ത്, ഇമാം ഗസാലി ആദ്യത്തെയാൾ ആധുനിക തത്വചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇമാം ഗസാലി ആവട്ടെ മുസ്ലിം ജ്ഞാന പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞൻ. ഇവരുടെ ചിന്തകൾ തമ്മിലുള്ള സാദൃശ്യം എന്താണ്? പ്രത്യേകിച്ച് അവരുടെ ജ്ഞാനശാസ്ത്ര സമീപനങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യത്തിനാണ് നമ്മൾ ഇവിടെ മുതിരുന്നത്. ജ്ഞാനശാസ്ത്രം അഥവാ എപ്പിസ്റ്റമോളജി എന്നത് അറിവിനെ സംബന്ധിക്കുന്ന അന്വേഷണങ്ങളാണ്. എന്താണ് അറിവ്? എന്താണ് അറിവിൻ്റെ അടിസ്ഥാനം? അറിവിൻ്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ഇത്തരം ചോദ്യങ്ങളാണ് ജ്ഞാനശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ഒരു രീതിയിലുള്ള അറിവും സാധ്യമല്ല എന്ന് വാദിക്കലാണ് സന്ദേഹവാദം അഥവാ സ്കെപ്റ്റിസിസം. അതേസമയം സന്ദേഹത്തെ ഒരു രീതിശാസ്ത്രമായി സമീപിക്കുന്ന ചിന്തകരുമുണ്ട്. സന്ദേഹത്തെ അറിവിൻ്റെ അടിസ്ഥാനങ്ങളെ കണ്ടെത്താനുള്ള ഒരു രീതിശാസ്ത്രമായി സമീപിച്ചുകൊണ്ട് ആധുനിക തത്വചിന്തയ്ക്ക് അസ്ഥിവാരം കുറിച്ച തത്വചിന്തകൻ എന്നാണ് റെനെ ഡെക്കാർത്ത് അറിയപ്പെടുന്നത്. ഡെക്കാർത്ത് സന്ദേഹത്തിൻ്റെ കൃത്യമായ പ്രയോഗം വഴി സംശയാതീതമായ അറിവിനെ വെളിപ്പെടുത്താൻ ശ്രമിച്ചു. ഈ രീതിശാസ്ത്രം ഉപയോഗിച്ച് സർവ്വതിനെയും ആദ്യം അദ്ദേഹം തള്ളിക്കളയുന്നു. ഇന്ദ്രിയജന്യമായ അറിവുകൾ, ശാസ്ത്ര അറിവുകൾ എല്ലാം സംശയത്തിൻ്റെ പരിധിയിലേക്ക് വീഴുന്നു. തനിക്ക് ചുറ്റുമുള്ള വസ്തുനിഷ്ഠ ലോകം മുഴുവൻ ഒരു പിശാചിൻ്റെ ജാലവിദ്യയാണെന്ന് ഒരാൾ വാദിച്ചാൽ അതിനെ എങ്ങനെയാണ് നിഷേധിക്കുവാൻ കഴിയുക? അങ്ങനെ നിഷേധിക്കുവാൻ യുക്തിപരമായ എന്ത് അടിത്തറയാണ് നമുക്കുള്ളത്? ഇങ്ങനെ സർവജ്ഞാനവും നിഷേധിക്കുന്ന സന്ദേഹത്തിൽ നിന്ന് ഒടുവിൽ ഡെക്കാർത്ത് പുറത്തു വരുന്നു. എന്തിനേയും സംശയത്തിൻ്റെ നിഴലിൽ നമുക്ക് കൊണ്ടുവരാം, സംശയിക്കുന്ന എൻ്റെ അസ്തിത്വമൊഴികെ. അതിനെ മാത്രം ഒരു രീതിയിലും നിഷേധിക്കുക സാധ്യമല്ലല്ലോ. ഒരു പിശാച് തങ്ങളെ വഞ്ചനാത്മകമായ കാഴ്ചകൾക്ക് വിധേയമാക്കിയിരിക്കുന്നു എന്ന് കരുതുന്ന ആൾക്ക് പോലും അതിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സ്വന്തം ചിന്തയുടെ അസ്തിത്വത്തെ നിഷേധിക്കാനോ സംശയിക്കാനോ സാധ്യമല്ല. അങ്ങനെ സുപ്രസിദ്ധമായ കോഗിറ്റോ എർഗോ സം എന്ന ആശയം മുന്നോട്ട് വെച്ച് ചിന്തിക്കുന്ന വ്യക്തിയുടെ സംശയരഹിതമായ അസ്തിത്വത്തിൽ നിന്ന് ഒരു ജ്ഞാനശാസ്ത്രം പടുത്തുയർത്തുകയാണ് ഡെക്കാർത്ത് ചെയ്തത്. സന്ദേഹത്തെ പടിപടിയായി ഓരോ ജ്ഞാനശാഖകളിലേക്കും പ്രയോഗിച്ചുകൊണ്ട് ഒടുവിൽ കൃത്യമായ ജ്ഞാനത്തെ കണ്ടെത്താൻ, കൃത്യമായ ജ്ഞാനത്തിന് അടിത്തറയിടാൻ ശ്രമിക്കുന്ന ഡെക്കാർത്തയുടെ ഈ സമീപന രീതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം ഗസാലി തൻ്റെ മുൻകിത് മിൻ ദലാൽ എന്ന പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് കാണാം. താൻ മുമ്പ് കടന്നുപോയ ഒരു ജ്ഞാനശാസ്ത്ര പ്രതിസന്ധിയെക്കുറിച്ച വിവരണത്തോടെയാണ് മുൻകിത് ആരംഭിക്കുന്നത്. ഇമാം ഗസാലി പറയുന്നു, ഞാൻ അന്വേഷിച്ചത് കാര്യങ്ങളെ സംബന്ധിക്കുന്ന പരമമായ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്ന അറിവാണ്. അതിനായി ആദ്യം അറിവിൻ്റെ തന്നെ യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കേണ്ടതുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ വഴി ലഭ്യമാക്കുന്ന അറിവിലേക്ക് ആദ്യം അദ്ദേഹം തിരിയുന്നു. തെളിഞ്ഞതും ഉറച്ചതുമായ അറിവ് ആ സ്രോതസ്സിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. ഇമാം പറയുന്നു, പഞ്ചേന്ദ്രിയ ലബ്ധമായ അറിവുകളുടെ മേൽ ഞാൻ മനഃപൂർവ്വം സംശയത്തിൻ്റെ കണ്ണുകൾ പതിപ്പിച്ചപ്പോൾ അവയ്ക്ക് വ്യക്തമായ യക്കീൻ അന്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഏറ്റവും ശക്തമായ ഇന്ദ്രിയ ഉപാധിയാണ് കാഴ്ച. അങ്ങനെയുള്ള കാഴ്ച കൊണ്ട് ഞാൻ നിഴലുകളെ നോക്കുമ്പോൾ അവ ചലനരഹിതമാണെന്ന് കരുതുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവയ്ക്ക് സംഭവിച്ച സ്ഥാനചലനം കാണവേ അവ ചലിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം നാം അറിയുന്നു. കണ്ണുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പതിയെ പടിപടിയായി അത് സ്ഥിര ചലനത്തിലാണ്. അതുപോലെ കണ്ണുകൾക്ക് നക്ഷത്രങ്ങൾ ഒരു നാണയത്തോളം ചെറുതാണ്. എന്നാൽ ജാമിതീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവയുടെ വലിപ്പം ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം അടുത്തതായി യുക്തിചിന്തയിലേക്കും പ്രാഥമിക തത്വങ്ങളെ വിശദീകരിക്കുന്ന ലോജിക്കിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. അവ മുഖാന്തരമാണല്ലോ പഞ്ചേന്ദ്രിയ വിവരങ്ങളെ വിശകലനം ചെയ്ത് ശരിതെറ്റുകളെ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് ജ്ഞാനത്തിൻ്റെ അടിത്തറയാക്കുന്നതിനെക്കുറിച്ച് ഗസാലി ആലോചിച്ചു. എന്നാൽ ഏറെ വൈകാതെ അവയിലുള്ള വിശ്വാസത്തിനും ഉലച്ചിൽ തട്ടുന്ന വിധത്തിൽ ചില പുതിയ സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു.
യുക്തിചിന്തയിലുള്ള നിങ്ങളുടെ ആശ്രിതത്വം പഞ്ചേന്ദ്രിയങ്ങളിലുള്ളതിന് സമാനമല്ല എന്നതിൽ എന്താണ് ഉറപ്പുള്ളത്? നിങ്ങൾക്ക് ഇന്ദ്രിയജന്യമായ വിവരങ്ങളിലും ആദ്യം വളരെ ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു. തുടർന്ന് യുക്തി അതിലെ അപര്യാപ്തതയെപ്പറ്റി വിധി പറഞ്ഞു. യുക്തിയുടെ വിധി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും പഞ്ചേന്ദ്രിയങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം അചഞ്ചലമായി നിലനിൽക്കുമായിരുന്നു. ഇനി യുക്തിക്ക് മീതെ മറ്റൊരു വിധികർത്താവ് ഉണ്ടായിക്കൂടെ? ഈ വിധികർത്താവ് പ്രത്യക്ഷപ്പെട്ട് സമാനമായ രൂപത്തിൽ യുക്തിയുടെ അചഞ്ചലത വെല്ലുവിളിക്കാമല്ലോ. അങ്ങനെ ഒരു വിധികർത്താവിനെ കാണാനാവുന്നില്ല എന്നത് മാത്രം അതിൻ്റെ ഉണ്മയെ നിരസിക്കാനുള്ള തെളിവാകുന്നില്ലല്ലോ. ഉറക്കവുമായി ബന്ധപ്പെടുത്തി ഈ ധാരണകളെ പരിശോധിച്ചതോടെ ഗസാലിയുടെ സന്ദേഹം ഇരട്ടിച്ചു. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം ഉണർന്നെഴുന്നേൽക്കുന്നത് വരെ നമുക്ക് യാഥാർത്ഥ്യവും യുക്തിഭദ്രവുമാണ്. ഉണർന്നെഴുന്നേൽക്കും വരെ മാത്രം. അതുപോലെ വർത്തമാന അവസ്ഥയിൽ നമ്മുടെ യുക്തി നൽകുന്ന വിവരങ്ങൾ ശരിയെന്ന് കരുതിയാൽ പോലും വ്യത്യസ്തമായ മറ്റൊരു അവസ്ഥയിൽ അവയുടെ സാധുത ഉറക്കത്തിലെയും ഉണർവിലെയും പോലെ എത്ര വിരുദ്ധമായിരിക്കാം. ഇമാം പറയുന്നു, ഈ വാദഗതികൾ എൻ്റെ ആത്മാവിലേക്ക് ആഴത്തിൽ കടന്നതോടെ അവയെ പ്രതിരോധിക്കാൻ ഞാൻ ശ്രമിച്ചു. ആ ശ്രമങ്ങൾ പക്ഷേ പരാജയമായിരുന്നു. ഒരു മറുവാദം വികസിപ്പിക്കാൻ ഏറെ ചുരുങ്ങിയത് പ്രാഥമിക തത്വങ്ങളെയും യുക്തിചിന്തയെയും ആശ്രയിക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ അവയുടെ വിധിതീർപ്പ് സാധ്യമല്ല. കാരണം അവയുടെ കൂടി അടിസ്ഥാനമാണല്ലോ പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും തെളിവ് സ്ഥാപിക്കുക തന്നെ അസംഭവ്യമാണ് എന്ന് ഞാൻ കണ്ടു. അറിവിനെയും അതിൻ്റെ അടിസ്ഥാനങ്ങളെയും അപ്പാടെ സംശയിക്കുന്ന ഒരവസ്ഥയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് താൻ എങ്ങനെയാണ് ഒടുവിൽ മോചിതനായത് എന്ന് ശേഷം ഇമാം ഗസാലി വിശദീകരിക്കുന്നു. അവസാനം പരമകാരുണ്യവാനായ അല്ലാഹു എന്നെ ഈ ആദിയിൽ നിന്ന് മുക്തനാക്കി. എൻ്റെ ആത്മാവ് അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും യുക്തിചിന്തയും പ്രാഥമിക തത്വങ്ങളും അവയിൽ സ്വയമേവ തന്നെ തെളിവായിക്കൊണ്ട് അറിവിൻ്റെ ദൃഢതയ്ക്കും സുരക്ഷയ്ക്കും ആശ്രയിക്കാവുന്ന പ്രധാന അടിസ്ഥാനമാണെന്ന ബോധ്യം മടങ്ങി വരികയും ചെയ്തു. പക്ഷേ ഈ തിരിച്ചറിവ് ഒരു വാദഗതിയോ തെളിവോ കൊണ്ടു നേടിയെടുത്തതല്ല. പരമോന്നതനായ റബ്ബ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ച വെളിച്ചമായിരുന്നു അതിന് നിദാനം. സന്ദേഹത്തെ പടിപടിയായി ഓരോ ജ്ഞാനശാഖകളിലേക്കും പ്രയോഗിച്ചുകൊണ്ട് അവയെ സംശയത്തിൻ്റെ നിഴലിലാക്കുകയും അവയെ തള്ളിക്കളയുകയും അങ്ങനെ ഒടുവിൽ ഒരിക്കലും സംശയിക്കാൻ കഴിയാത്ത കൃത്യമായ ഒരു ജ്ഞാന അടിത്തറയെ കണ്ടെത്തുകയും ആ അടിത്തറയുടെ മേൽ പിന്നീട് തങ്ങളുടെ വിജ്ഞാനത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്ന നിലയിൽ സന്ദേഹത്തെ ഒരു മെത്തഡോളജിയായി സമീപിക്കുന്ന കാര്യത്തിൽ ഇമാം ഗസാലിയും റെനെ ഡെക്കാർത്തും പരസ്പരം യോജിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ ആ അന്വേഷണത്തിനൊടുവിൽ അവരെത്തിച്ചേരുന്ന നിഗമനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഒരാൾ ചിന്തിക്കുന്ന മനുഷ്യനെ ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റാഷണലിസത്തിൽ അധിഷ്ഠിതമായ യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ മനുഷ്യൻ്റെ യുക്തിക്ക് പരമപ്രാധാന്യം നൽകുകയും അതിൻ്റെ അജയ്യതയിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആധുനിക തത്വചിന്തയെയും ആധുനിക സംസ്കാരത്തെയും സൃഷ്ടിച്ചു എന്ന് പറയാം. അതേസമയം ഇമാം ഗസാലി ആവട്ടെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം കണ്ടെത്തുന്നത് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് യഥാർത്ഥത്തിൽ അറിവിൻ്റെ സാധുത വെളിപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിൽ മിസ്റ്റിക്കൽ സ്വഭാവത്തിലുള്ള ഭൗതികാതീതമായ ഒരു ജ്ഞാനാടിത്തറയാണ് ഇമാം ഗസാലി കണ്ടെത്തുന്നത്. ഒരർത്ഥത്തിൽ ആധുനിക തത്വചിന്തയുടെയും ഇസ്ലാമിക തത്വചിന്തയുടെയും വ്യത്യാസം ഈ ഒരു അടിസ്ഥാനങ്ങളിൽ നിന്നുകൂടെയാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം.